ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം. ശ്ലോകം 1. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമഃ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവച്ചൈവ കിം അകുർവത സഞ്ജയ. അല്ലയോ സഞ്ജയ, ധർമ്മം ജയിക്കുന്ന സ്ഥലമായ കുരുക്ഷേത്രമെന്ന സ്ഥലത്ത് യുദ്ധത്തിനായി ഒന്നിച്ചു വന്നു ചേർന്ന എന്റെ പുത്രന്മാരും പാണ്ഡുവിന്റെ പുത്രന്മാരും എന്തു ചെയ്തു? ശ്രീമദ് ഭഗവത്ഗീത ഭാവാർത്ഥം. ഭാരതകഥയിൽ കൗരവന്മാരും പാണ്ഡവന്മാരും യുദ്ധത്തിനായി അണിനിരന്ന കുരുക്ഷേത്രമെന്ന സ്ഥലം ധർമ്മക്ഷേത്രമാണ്. ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയം ഉണ്ട്. അങ്ങനെയുള്ള ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിൽ ധർമ്മം ജയിക്കുമെന്ന് വേദവ്യാസനും സഞ്ജയനും ധൃതരാഷ്ട്രർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ധർമ്മത്തിനെ വിജയം ഉള്ളുവെന്നും ധൃതരാഷ്ട്രർക്ക് അറിയാം. അപ്രകാരം ധർമ്മം നിർണയിക്കാനുള്ള സ്ഥലമാകയാൽ കുരുക്ഷേത്രത്തിന് ധർമ്മക്ഷേത്രമെന്ന വിശേഷണം ഉണ്ടായി. പ്രപഞ്ചത്തെ ധരിക്കുന്നത് ധർമ്മം എന്നാണ് ധർമ്മത്തിനുള്ള നിർവചനം. അപ്പോൾ പ്രപഞ്ചത്തെ ധരിക്കുന്നത് പരബ്രഹ്മമാണെന്ന് വേദാന്ത ശാസ്ത്രം പറയുന്നു. അങ്ങനെ പരബ്രഹ്മത്തോട് അടുക്കാൻ സഹായിക്കുന്നതൊക്കെ ധർമ്മമെന്ന് അറിയപ്പെടുന്നു. ഇങ്ങനെയുള്ള പരമസത്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നതൊക്കെ അധർമ്മവും ആകുന്നു. ഇതുതന്നെയാണ് ഭഗവത്ഗീതയിലെ ധർമാധർമ്മ വിവേചനം. പ്രപഞ്ചം കർമ്മക്ഷേത്രമാണ്, മാത്രമല്ല കർമ്മ ആശ്രയവുമാണ്. പാണ്ഡവന്മാരും കൗരവന്മാരും ദീർഘനാളത്തെ സന്ധി സംഭാഷണങ്ങൾ